ഓ മൈ ഗോഡ് ഗായ്സ്, അന്ന് ഞാൻ പറഞ്ഞ ആ ചേട്ടനില്ലേ, മറ്റേ എന്തൊക്കെയോ പറഞ്ഞോണ്ട് പോയെ, പുള്ളി ഇന്നും ഇതേ സമയത്ത് ദേ എന്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പക്ഷെ ഇന്ന് ആൾക്കൊരു ശാന്തതയുണ്ട്, ഒന്നും പറയുന്നില്ല. ഹെഡ്സെറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും, ഐ ഡോണ്ട് നോ ഗായ്സ്. പുള്ളി ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് ഗായ്സ് കയറി പോയത്. വീടാണോ ഇതൊന്നും എനിക്ക് സ്ഥാപനമാണോ എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ ആ ചുരുൾ അറിയാത്ത രഹസ്യം കണ്ടുപിടിച്ചു ഗായ്സ്. ഇവിടെ അങ്ങ് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കിനി സമാധാനമായിട്ട് സംസാരിക്കാം. ഈ ഒരു അളിഞ്ഞ ആഞ്ഞിലിച്ചക്കയിൽ അങ്ങ് ചവിട്ടി ശുഭം. നമ്മുടെ 3rd ഡേ ഓഫ് ഡ്രാമ പ്രാക്ടീസാണ്. നമ്മുടെ പ്രോഗ്രാം ശരിക്കും നാളെ ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം നടക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത്യാവശ്യം കോസ്റ്റ്യൂം സാധനങ്ങൾ ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് പോയിട്ട് അശ്വതിയൊക്കെയാണ് പോയി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് പരിപാടികളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റായ ഞാനാണ് എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരും സപ്പോർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പോയി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പോകാൻ പറ്റിയില്ല, വർക്കുണ്ടായിരുന്നുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അജയ് ചേട്ടനും ബിബിൻ ചേട്ടനും കൂടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് വരും. അപ്പോൾ അവർ ബാക്കിയുള്ള ഫൈനൽ ടച്ചപ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. പിന്നെ നമുക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല, കാരണം ഓൾറെഡി സാധനങ്ങളൊക്കെ ഡബ്ഡാണേ. പക്ഷേ എക്സ്പ്രഷൻ വരുത്തണം, അതാണല്ലോ വരാത്തത്. ഞങ്ങളൊക്കെ പിന്നെ വലിയ വലിയ അഭിനേതാക്കളായതുകൊണ്ട് നല്ലപോലെ എക്സ്പ്രഷൻ വരുന്നുണ്ട്, അതാണ് അതിനകത്ത് ഹൈലൈറ്റ്. അതും എൻ്റെ ക്യാരക്ടറാണെങ്കിൽ ഒരു 35 വയസ്സുള്ള ഗാർഹിക പീഡനം അനുഭവിക്കുന്ന യുവതിയാണ്. ഈ ഡബ്ബിങ്ങിനകത്ത് വന്ന പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം തൊട്ടേ ഈ മഞ്ജു എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങ് കരച്ചില്ല. ശരിക്കും അതല്ലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്കാണെങ്കിൽ ഈ കരയുന്നതിൻ്റെ എക്സ്പ്രഷൻ ഇട്ടിട്ട് എൻ്റെ മുഖമില്ല അവസാനം വേദനിക്കാൻ തുടങ്ങി. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ. എൻ്റെ വ്ളോഗെല്ലാം കണ്ടോണ്ട് വരുമായിരുന്നോ നീ? അപ്പോൾ എൻ്റെ കൂട്ടുകാരിയും ക്യാരക്ടർ രേവതിയുമായ അശ്വതിയാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. അപ്പം ഞങ്ങളെല്ലാം ഏകദേശം ഇപ്പോൾ ഒരേ ടൈമില്ല. ആശ്വാസം ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് 2-3 റീലൊക്കെ എടുക്കാൻ നോക്കട്ടെ. പിന്നെന്നാ